പറഞ്ഞ കണക്കാണ് ഈ മല മൊത്തം കയറണം അല്ലേ? ഈ മല മൊത്തം കയറി ഇറങ്ങണം. അടുത്ത ഹെയർ പിൻ നമ്പർ 27. 27 ഓവർലോഡാണ് കേട്ടോ. 3 വരും. ആ വണ്ടി ആണ്ട് വലിച്ചു കയറും. റെയിൽവേ സ്റ്റേഷൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, പൈക്കര ബോട്ട് ഹൗസ്. തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും കുറച്ച് പച്ചപ്പ് കാണാനുണ്ട് കേട്ടോ. പതിനൊന്നാമത് ഹെയർ പിൻ. അത് തന്നെ ആയിരിക്കും സാറ് പറഞ്ഞത്. അവര് ചോദിച്ചില്ല. ഓവർടേക്കിംഗ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡർ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇറങ്ങുന്ന വണ്ടികൾ ഓവർടേക്കിംഗ് ചെയ്യും കേട്ടോ. ഇനി 2 ഹെയർ പിന്നും കൂടെ ഉള്ളൂ ഗൈസ്. 2 ഹെയർ പിൻ. ആ മല മൊത്തം ഇനി 1 ഹെയർ പിന്നും കൂടെ. അതായി നോക്കേ. വേണ്ട വേണ്ട. ഇത്രയും നേരം നമ്മൾ മൈക്ക് ഉപയോഗിച്ചിരുന്നതുകൊണ്ട് നോയ്സ് കുറവായിരുന്നു ഗൈസ്. ഇപ്പോൾ മൈക്കിന്റെ ചാർജ് തീർന്നു പോയി. അപ്പുറം പറഞ്ഞാൽ മൈക്ക് വാങ്ങിച്ചിട്ട് ഇതുവരെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മൈക്കിന്റെ ചാർജ് തീർന്നു. അപ്പോൾ ഇപ്പം ഡയറക്റ്റ് സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ നോയ്സ് വളരെ കൂടുതലായിരിക്കും. ഒന്ന് സഹകരിക്കുക. 6.7 കിലോമീറ്റർ കൂടി ഉള്ളൂ. പൈക്കര ഡാമിന്റെ അവിടെ എത്തിയാ. പൈക്കര ഡാം താഴെയുള്ള നമ്മൾ ഊട്ടി വരുമ്പോ കാണുന്നില്ലേ, അതിന്റെ അടുത്താണ് ചെന്ന് ഇറങ്ങുന്നത് റോഡ്. ഊട്ടിയായി ഗൈസ്. അങ്ങനെ നമ്മളിതാ ഊട്ടി മെയിൻ റോഡിലെത്തി ഗൈസ്. ചക്കട കോടകൾ. ഇനി നമ്മൾ നേരെ ഊട്ടിയിലോട്ടുള്ള റോഡ് ഗൈസ്. അത് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.
ഇവിടുന്ന് ഊട്ടിയിലുള്ള റോഡ് നമ്മുടെ തന്നെ പല വ്ളോഗിനകത്തും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മസനഗുഡി വഴി ഊട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പക്ഷെ ആക്ച്വലി നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഈ വെയിലായതുകൊണ്ട് ഡ്രൈ ആയിട്ട് കാണാനൊരു വലിയൊരു ലുക്ക് ഉണ്ടായിരുന്നില്ല. നമുക്കൊരു ഡ്രൈ ആയിട്ട് കാണുമ്പോൾ ഒരു വിഷമമല്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു ഗൈസ്. പുലി കടുവയൊന്നും കാണാനും പറ്റിയില്ല. ആ കുരങ്ങനെയും മാനിനെയും മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്.